കേരളത്തിൽ ഇതാദ്യമല്ല. കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ SDPI ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ SDPIക്കും PFIക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്നു. അതാണ് ഇപ്പോൾ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മാധ്യമങ്ങളും ഇരു മുന്നണികളും അതിനെ ഗൗരവത്തിലെടുത്തില്ലെങ്കിലും PFIക്ക് കേരളത്തിൽ പൊതുവെ പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം കൈവരുന്നു. PFI നിയന്ത്രിക്കുന്നത് പോലെ ആരാധനാലയങ്ങളെ ബന്ധപ്പെടാൻ അവർക്ക് കഴിയുന്നു. ആരാധനാലയങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നു. ഇന്നേവരെ കേരളത്തിൽ നാം എവിടെയും കണ്ടിട്ടില്ല ഒരു ഭീകരവാദ ശക്തികൾ, നിരോധിത ഭീകരവാദ സംഘടന ഒരു ജനറൽ ആരാധനാലയങ്ങളിൽ ചെന്ന് അവർക്ക് അവരുടെ ഇംഗിതം നടപ്പാക്കാൻ കഴിയുന്നു. ആരാധനാലയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. ഒരു സമുദായത്തെ ആകെ സ്വാധീനിക്കത്തക്ക നിലയിലേക്ക് കേരളത്തിൽ മതഭീകരവാദം വളർന്നിരിക്കുന്നു. അത് കാണാൻ മതേതര പാർട്ടികളെന്ന് പറയുന്നവരോ നിഷ്പക്ഷത നടിക്കുന്ന മാധ്യമങ്ങളോ പോലും തയ്യാറാവുന്നില്ല. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കുറച്ചു കാലമായി നാം ഇവിടെ മാത്രമല്ല ഇത് കണ്ടത്. നാം പാലായിൽ അത് കണ്ടു, കൽപ്പറ്റയിൽ അത് കണ്ടു, കഴിഞ്ഞ തവണയും പാലക്കാട് അത് കണ്ടു. മതഭീകരവാദ ശക്തികൾ കക്ഷി വ്യത്യാസമില്ലാതെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ തോൽപ്പിക്കാൻ ഒരു സമുദായത്തെ സ്വാധീനിക്കുന്നു. ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് UDFന് മാത്രമല്ല LDFനും കൈ കഴുകി കളയാൻ കഴിയില്ല. അത്രമാത്രം വർഗീയതയുമായി സന്ധി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ജനവികാരം ശക്തിപ്പെടുത്തുക മാത്രമാണ് മതേതരത്വം പുലരണം, സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കടമയായി ഞങ്ങൾ കണക്കാക്കുന്നത്. അതിനുള്ള പോരാട്ടങ്ങൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മുനമ്പം അടക്കമുള്ള വിഷയങ്ങളിൽ കേരളത്തിലെ ഇരു മുന്നണികളും സ്വീകരിച്ച നിലപാട് തുടർന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഒരു ന്യൂനപക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള നില LDFും UDFും സ്വീകരിക്കുക. ഭൂരിപക്ഷ സമുദായത്തെ പണ്ട് മുതലേ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ന്യൂനപക്ഷത്തെയും അവർ 30% വോട്ടിന് വേണ്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നൽകുന്നത്. സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് BJPയെ സംബന്ധിച്ച്, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കണം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ നിലപാട്. അല്ല, ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമ്മൾ ഒരു വശം മാത്രമാണ് കാണുന്നത്. ചേലക്കരയിൽ 10,000 വോട്ടിന്റെ വ്യത്യാസം, ഭൂരിപക്ഷം അധികം വോട്ട് BJPക്ക് ലഭിച്ചു. വയനാട്ടിലും ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു. പാലക്കാട് അടിസ്ഥാന വോട്ട് ബാങ്ക് നിലനിർത്തി, പക്ഷേ പുതിയ വോട്ടുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും ആഘോഷത്തോടുകൂടി വിലയിരുത്തുന്നത്. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളെക്കുറിച്ചൊന്നും ഒരു വിലയിരുത്തലുമില്ല. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും ചേലക്കരയിൽ എന്തുകൊണ്ട് UDF ദയനീയമായി പരാജയപ്പെട്ടു? ഞങ്ങൾക്ക് 4,000 വോട്ട് പാലക്കാട് നഷ്ടപ്പെട്ടപ്പോൾ രമ്യ ഹരിദാസിന് എത്ര വോട്ട് ചേലക്കരയിൽ നഷ്ടപ്പെട്ടു എന്ന് ആരും തന്നെ ഇവിടെ ചർച്ചയാക്കുന്നില്ലല്ലോ. VD സതീശനും കോൺഗ്രസ് നേതാക്കൾക്കും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തമില്ലേ? എല്ലാ കണ്ണുകളും പാലക്കാടേക്ക് മാത്രം എന്തുകൊണ്ടാണ് വരുന്നത്? പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഞങ്ങൾ വിലയിരുത്തും. ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന് അത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതൊരു വസ്തുത, സമാഹരിക്കാൻ കഴിയാതെ പോയത്? ഇതിനെല്ലാം വിശദമായിട്ട് ഓരോ ഇഞ്ചും ഓരോ ബൂത്തിലും ശരിയായ വിശകലനം നടത്തി, പരിശോധന നടത്തി, എല്ലാ കാലങ്ങളിലും ഞങ്ങൾ ചെയ്തതുപോലെ 2021 ദയനീയമായ പരാജയം ഉണ്ടായപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. 2021 2.5% വോട്ട് ഞങ്ങൾക്ക് നഷ്ടമായി. നേമത്ത് ഉണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് ഞങ്ങൾക്ക് നഷ്ടമായി. പക്ഷെ ഞങ്ങൾ അവിടെ തളർന്നു പോയില്ല.
അടിസ്ഥാന വോട്ട് നിലനിർത്തി. പക്ഷേ പുതിയ വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ 2021 മെയ് മുതൽ 2024 മെയ് വരെയുള്ള കാലങ്ങളിൽ, ഏപ്രിൽ വരെയുള്ള കാലയളവിൽ തെറ്റുകൾ കണ്ടുപിടിച്ചു. ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, മുന്നോട്ട് പോയി. കേരളത്തിൽ ഇന്നേ വരെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ശ്രീ ഒ രാജഗോപാൽ മത്സരിച്ച നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും, ഇപ്പോൾ ചേലക്കരയിൽ ബാലകൃഷ്ണനും, ഇതിനു മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിലും, അതിനു മുമ്പ് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലും ഒഴിച്ചാൽ, നിങ്ങളെല്ലാം കണക്കുകൾ പരിശോധിക്കുന്നതല്ലേ, എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം കണ്ടിട്ടുണ്ട്. ആ 4 ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ കേരളത്തിലെ ഒരു ബൈ ഇലക്ഷനിലും BJPക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ 2000 വോട്ടാണ് BJPക്ക് അന്ന് ലഭിച്ചത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 10,000-ത്തോളം വോട്ടുകൾ